ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. RMS ആൻഡ് PMPO പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, സ്വന്തമായി ലൗഡ് സ്പീക്കർ കേടുവന്നാൽ അതിൻ്റെ വോയിസ് കോയിൽ മാറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അസംബ്ലിങ് യൂണിറ്റ് വേണമെങ്കിൽ അങ്ങനെ തുടങ്ങാം. ഒരു ഉപജീവന മാർഗ്ഗമായിട്ട് എടുക്കാൻ സാധിക്കും. ഡൽഹി, ബോംബെ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടം പോലെ വീടുകളിൽ ഈ സ്പീക്കർ വ്യവസായം കൊണ്ട് തന്നെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. കേരളത്തിൽ അത്ര കാണുന്നില്ല. ഒരുപക്ഷെ അതിനെക്കുറിച്ച് വലിയ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. എനിവേ, ഇത് നമുക്ക് എല്ലാവർക്കും ഒരു നല്ല പ്രയോജനപ്പെടണം എന്നുള്ള തീരുമാനത്തോടെയാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് PMPO RMS വളരെ സിമ്പിൾ കാര്യമാണ്. അത് ഇതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഒരു സ്പീക്കർ എന്ന് പഠിച്ചാലല്ലേ PMPO എന്താണ് RMS എന്ന് പഠിക്കാൻ കഴിയൂ. അപ്പോൾ അതിനൊരു സ്പീക്കറിൻ്റെ സ്ട്രക്ചർ, ഘടന പറഞ്ഞുതരാം. എങ്ങനെയാണ് ഒരു ലൗഡ് സ്പീക്കർ ഉണ്ടാവുന്നത്, പിന്നീടാണ് വൂഫർ ആവുന്നത്, ട്വീറ്റർ ആവുന്നത്, ഇതൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു സ്പീക്കർ ആദ്യം തന്നെ മെറ്റൽ പീസിൽ നമുക്ക് തുടങ്ങാം. ഇത് വെറും ഒരു ഇരുമ്പ് പ്ലേറ്റാണ്. സാധാരണ നമ്മൾ കട്ട് ചെയ്തെടുത്ത MS പ്ലേറ്റ്. അതിന് നിക്കിൾ കോട്ടിങ് ചെയ്തിരിക്കുന്നു. ഇത് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. അതിന് കാരണമുണ്ട് പറഞ്ഞാൽ അത് പ്ലേറ്റിംഗ് ആണ്. പ്ലേറ്റിംഗ് കുറച്ച് കഴിഞ്ഞാൽ പോവും, ദ്രവിച്ച് പോവും. പിന്നെ ഇത് വെറും ഒരു ഇരുമ്പിൻ്റെ റോഡ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നീളത്തിലുള്ള കമ്പി വാങ്ങി മുറിച്ച് ആവശ്യത്തിന് കട്ട് ചെയ്ത് അതിനെ ഇതിൽ വെച്ച് ഉറപ്പിച്ചിരിക്കുന്നു. സെൻറ്ററിൽ ഇങ്ങനെ സ്റ്റഡിയാക്കി നിർത്തിയിരിക്കുന്നു. ഇതിനെ മാഗ്നറ്റാക്കി മാറ്റണം. ഇതിന് മാഗ്നറ്റാക്കി മാറ്റിയതിന് ശേഷം വേണം മാഗ്നറ്റിൻ്റെ വർക്കിംഗ് കൊണ്ട് ഈ ലൗഡ് സ്പീക്കറിന് വർക്ക് ചെയ്യാൻ. അപ്പോൾ ആദ്യം മാഗ്നറ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ ചെറിയ 2 മാഗ്നറ്റ് കാണിച്ചു തരാം. ഇത് റൗണ്ട് മാഗ്നറ്റാണ്. നിങ്ങൾക്കറിയാം മാഗ്നറ്റിനൊക്കെ നോർത്തും സൗത്തും പോളുണ്ടല്ലോ. അപ്പം ഒരേ ഡിഫറെൻറ്റ് പോൾ NOS ആണെങ്കിൽ അത് അടുക്കും. ഇത് സെയിം പോൾ ആയതുകൊണ്ട് അടുക്കുന്നില്ല. അത് കൊണ്ടുവരുമ്പോൾ തെറിച്ച് പോവും. ഞാൻ തിരിച്ചതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡ് തമ്മിലാകുമ്പോൾ ഇത് പെട്ടെന്ന് പിടിക്കും. പിടിക്കും. സൗണ്ട് കേട്ടില്ലേ? തിരിച്ചു വെച്ചാൽ തെറിച്ച് പോവും. ഇത് രണ്ടും പെർമനൻറ്റ് മാഗ്നറ്റാണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ നമുക്ക് ഒന്ന് പെർമനൻറ്റ് മാഗ്നറ്റും ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റുമാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്താണെന്ന് പഠിക്കണമെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാവും. അപ്പോൾ ഒന്ന് പെർമനൻറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നു, ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നു. ആ ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ഉള്ള കാര്യങ്ങളാണ് കോയിൽ എന്ന് പറയുന്നത്. കോയിൽ നിങ്ങൾക്കറിയാം, ഒരു ഇൻസുലേറ്റഡ് കോപ്പർ. ഇതാണ് ഇൻസുലേറ്റഡ് കോപ്പർ എന്ന് പറയുന്നത്. ഇൻസുലേറ്റഡ് കോപ്പർ വയർ, ചെമ്പ് കമ്പി. ഇതിനകത്ത് ശക്തി കൂടിയൊരു കോട്ടിംഗ് ഉണ്ട്. ഇത് ഒരുവിധം ചൂടായാൽ പോലും ഉരുകിപ്പോവില്ല. നമ്മൾ തീപ്പെട്ടിയൊക്കെ കത്തിച്ച് പിടിക്കുകയാണെങ്കിൽ തന്നെ ഉരുകാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതിൻ്റെ വണ്ണം കുറയ്ക്കാതെ, ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് ആകുമ്പോൾ വണ്ണം കൂടുതലായിരിക്കും. ഇത് ഏറ്റവും തിൻ കമ്പീൻ്റെ വണ്ണം മാത്രമേ ഉണ്ട്. അതിനാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഇതുപയോഗിച്ചാണ് വോയിസ് കോയിൽ വൈൻഡ് ചെയ്യുന്നു, പിന്നെ അതുപോലെ മോട്ടോർ വൈൻഡ് ചെയ്യുന്നു, സീലിംഗ് ഫാനുകൾ വൈൻഡ് ചെയ്യുന്നു, ഒക്കത്തിന് ഉപയോഗിക്കുന്ന വൈൻഡിങ്. ഇതിൻ്റെ ഗേജ് മാറിക്കൊണ്ടിരിക്കുന്നു മാത്രം. ഈ കമ്പനി നമ്മളിത് വാങ്ങുന്ന സമയത്ത് 2 കാര്യം സ്പെസിഫൈ ചെയ്യും. ഒന്ന്, ഇതിൻ്റെ ഗേജ് എത്ര SWG ആണ് വണ്ണെന്ന് പറയും. പിന്നെ വരുന്ന ഇതിലൂടെ എത്ര കറണ്ട് ഒഴുകാനുള്ള കപ്പാസിറ്റി, പരമാവധി കൊടുക്കാൻ കഴിയുന്ന കറണ്ട് എത്ര മില്ലി ആംപിയർ അല്ലെ ആംപിയർ, അത് ഇതിനകത്ത് പറയും. പിന്നെ അതുകൂടാതെ റെസിസ്റ്റൻസ്, വയർ റെസിസ്റ്റൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ 10 മീറ്റർ നീളത്തിൽ ഇത് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ എത്ര ഓംസ് എന്നുള്ളതാണ് വരുന്നത്. 10 മീറ്ററിൽ എത്ര, അല്ലെങ്കിൽ 1 മീറ്ററിൽ എത്ര. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ട സ്പീക്കറൊക്കെ എപ്പോഴും ഓംസിലല്ലേ അറിയപ്പെടുന്നത്. 2 ഓംസ് അല്ലെ 4 ഓംസ്, 8 ഓംസ്, 16 ഓംസ്. ആ ഓംസിന് കണക്കാക്കി അത്ര നീളത്തിൽ ഇത് മുറിച്ചെടുക്കുന്നു കൃത്യം മൾട്ടിമീറ്റർ വെച്ചിട്ട്. പിന്നീടാണ് കോയിലായിട്ട് വൈൻഡ് ചെയ്യുന്നത്. കോയിൽ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പേപ്പറുണ്ട്, നമ്മളൊരു ട്യൂബ്, സാധാരണ അലുമിനിയം പേപ്പർ. ഇതിന് നമ്മൾ അലുമിനിയം പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് PVC ആവാം. ഇതിന് ആവശ്യമുള്ള ഡയമീറ്ററിൽ ഇങ്ങനെ ചുറ്റി ഇതുപോലെ പൈപ്പാക്കി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അത് സ്റ്റാർട്ടിങ് ഒരു എൻഡ്, പിന്നെ ഫൈനൽ ഒരു എൻഡ്, അങ്ങനെയാണ് 2 എൻഡ് വരുന്നത്. ഇങ്ങനെ അടുപ്പിച്ച് നമ്മൾ ചുറ്റുന്നു. അങ്ങനെ ചുറ്റി ഇവിടെ എത്തി ഒരു ലെയറായി മാറും. ഇവിടെ എത്തുമ്പോൾ തിരിച്ചതിൻ്റെ മുകളിൽ കൂടെ റിട്ടേൺ. അപ്പോൾ സ്റ്റാർട്ടിങ് ഒരു എൻഡും ഫൈനൽ എൻഡും ഇതിലാണ് സപ്ലൈ കൊടുക്കേണ്ടത്. ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്പീക്കറുകൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അത് ഫൈനൽ പേപ്പറിൽ അറ്റത്തെത്തിച്ചതിന് ശേഷം ഇവിടെ വെച്ച് പശ വെച്ച് ഒട്ടിച്ചിട്ട് ഇവിടെ നിന്നിങ്ങോട്ട് ഒരുപോലെ ഒരു കയറ് പോലുള്ള കോപ്പർ ഇത് വാങ്ങാൻ കിട്ടും. ഫ്ലെക്സിബിൾ, ഇത് പൊട്ടിപ്പോവില്ല. ഇത് വെച്ചാണ് ഫൈനൽ എൻഡിലേക്ക് ലാസ്റ്റ് അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്ത് കിട്ടുന്ന അറ്റം എന്ന് പറയുന്നത് ഇവിടെ വെച്ച് ഇതിലേക്ക് സോൾഡർ ചെയ്യുന്നു രണ്ടും. അപ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്താലും പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള 2 യൂസ് ചെയ്യുന്നു. കോയിലിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ബാറ്ററി ഉപയോഗിച്ച് സപ്ലൈ കൊടുക്കാമെന്ന് വിചാരിക്കുക, DC. ഇവിടെ പ്ലസും മൈനസും കൊടുത്തു കഴിഞ്ഞാൽ ഈ കോയിലിൻ്റെ ഒരു എൻഡ് നോർത്തും ഒരു എൻഡ് സൗത്തുമായി മാറും. ഇവിടെ ബാറ്ററി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ നോർത്തുള്ള സൗത്തായി മാറും, ഇവിടെ നോർത്ത് വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും.
അപ്പോൾ ഒരു എ സി ആണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. അതിനനുസരിച്ച് ഇതിങ്ങനെ നോർത്തും സൗത്തും ആവും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആദ്യം പെർമനൻറ്റ് മാഗ്നറ്റ് നമ്മൾ ഇവിടെ ഇതിനെ പെർമനൻറ്റ് മാഗ്നറ്റ് ആക്കണം. അപ്പോൾ ഇത് ശക്തി കുറവായിരിക്കും, ഇത്ര ചെറുത് പോരാ, പവർ കൂട്ടണം. ഇവിടെ നമുക്ക് ഇതിൻ്റെ കാര്യത്തിൽ ഇവിടെ പവർ കൂട്ടാൻ പറ്റില്ല, ഗേജൊന്നും കൂട്ടാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. മാഗ്നറ്റൂടെ വരുമ്പോൾ ഇവിടെ ഒരു വളരെ ഇടുങ്ങിയ വഴിയായതുകൊണ്ട് അതിൽ ഉൾക്കൊള്ളിക്കണം. മോട്ടറിൽ അങ്ങനെയല്ല, നമുക്ക് ആംബിയർ എത്ര കൂട്ടണമെങ്കിലും കമ്പീൻ്റെ വണ്ണം കൂട്ടി കൊടുക്കാൻ കഴിയും. ഇവിടെ അത് സാധ്യമല്ല. ലിമിറ്റഡ് 28 ഗേജ് 36 ഗേജ് ആ ഗേജിലൊക്കെ വരുന്നുള്ളൂ. ഇതിലൊഴുകുന്ന കറണ്ടിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മില്ലി ആംസേ ഉള്ളൂ. ഒരു ആംബിയർ പോലും കൊടുക്കാൻ കഴിയില്ല. ഒരു 380 മില്ലി ആംബിയർ, അര ആംബിയറിലും താഴെ 400 മില്ലി ആംബിയർ കറണ്ട്. ഈ ആംബിയർ കൊണ്ട് വേണം നമുക്ക് ഇത്രയും സ്പീക്കറിൽ അതിൻ്റെ ശക്തി പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ അതാണ് ഇനി വിവരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ മാഗ്നറ്റ് ആക്കണം. മാഗ്നറ്റ് ആക്കി ഇതിനകത്ത് നമ്മൾ കോയിലിൻ്റെ ചുറ്റും അളവെടുത്തിട്ട് ഫിക്സ് ചെയ്യുന്നു. ഫിക്സ് ചെയ്തിട്ട് അതിൽ ചുറ്റിയ ശേഷം നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് മാഗ്നറ്റ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് മാഗ്നറ്റ് ഈ കോയിലാവുന്ന സമയത്ത് കോയിൽ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് തെറിച്ച് പോകണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ കൊടുത്ത് നോക്കാം. ഒരു കോയിൽ കഴിഞ്ഞ് 2 എൻഡ് ഞാൻ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബാറ്ററി എടുക്കുന്നു. ബാറ്ററി എടുത്ത് ഒരു എൻഡ് പ്ലസ് ആണെങ്കിൽ താഴോട്ടാണ് പോകുന്നത്. തിരിച്ചു കൊടുക്കുന്ന സമയത്ത് മുകളിലേക്ക് വരണം. നമുക്ക് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ആവശ്യം. തിരിച്ചു കൊടുത്ത് നോക്കാം. ഒന്നും സംഭവിച്ചില്ല. എന്താ കാരണം? ഇവിടെ പെർമനൻറ്റ് മാഗ്നറ്റ് ഇല്ല, ഇത് വെറും പച്ചിരുമ്പാണ്. അതാണ് ഞാൻ അങ്ങനെ കൊടുത്ത് കാണിക്കാൻ. ഇനി ഇതിന് നമ്മളിതിന് മാഗ്നറ്റാക്കി മാറ്റിയതിന് ശേഷം ഒരു ടെസ്റ്റും കൂടി നടത്താം. അപ്പോൾ ഇതിനെ മാഗ്നറ്റാക്കാൻ റിംഗ് മാഗ്നറ്റാണ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്. സർക്കിൾ ഇതിൻ്റെ ഇതാണ് റിംഗ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഷേപ്പിൽ വരും. ഇത് ഒരു സൈഡ് നോർത്തും ഒരു സൈഡ് എന്നും എസ് നോർത്തും സൗത്തും ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് മാനുഫാക്ചറിങ് ടൈമിൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിൽ ഹോൾസും നെറ്റും ബോൾട്ടും ഒന്നും ഇട്ട് ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ പവറും ക്വാളിറ്റിയൊക്കെ ഒരുപാട് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇതിങ്ങനെ പശ വെച്ച് ഒട്ടിക്കുക എന്നുള്ള പ്രിൻസിപ്പിളാണ് എല്ലാവരും ചെയ്യുന്നത്. എല്ലാ സ്പീക്കറിലും ഇങ്ങനെ ഗമ്മാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് താഴെ വീണ് കഴിഞ്ഞാൽ ഇത് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്റർ ഔട്ടാവും. അത് ഞാൻ പ്രാക്ടിക്കലി കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഫിക്സ് ചെയ്യണം. ഇതിൻ്റെ മുകളിൽ പേപ്പർ, ഇപ്പോൾ കോൺ പേപ്പർ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡ്രം ഇതാണ് കോൺ പേപ്പർ ഫിക്സ് ചെയ്യേണ്ട ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. ബാസ്ക്കറ്റ് വലിയ സ്പീക്കറിന് വലുത് വരും, ചെറുതിന് ഇത് വെറും മെറ്റലാവാം അല്ല അലൂമിനിയം ആവാം. അപ്പോൾ ഈ ബാസ്ക്കറ്റിനകത്ത് ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് പിന്നെ ഇവിടെ ചെറിയ ഗ്യാപ്പല്ലേ വരുന്നുള്ളൂ, ഇങ്ങനെ വളരെ ചെറിയ ഗ്യാപ്പേ വരുന്നുള്ളൂ. ആ ഗ്യാപ്പ് അകത്തേക്ക് വേണം ഈ കോയിൽ ഇറങ്ങിച്ചെല്ലാൻ. അപ്പം ഇതിലോട്ടും തട്ടാൻ പാടില്ല, കോയിൽ ഇങ്ങോട്ടും തട്ടാം, 2 വശത്തേക്കും തട്ടാം. ഈ ചെറിയ ഗ്യാപ്പിൽ വേണം നിൽക്കാൻ. ഇത് ഔട്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്, ഒരു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സൈഡിൽ കുറച്ച് ഗ്യാപ്പ് കൂടുതലും വരും, ഇവിടെ ചേർന്ന്. അപ്പോൾ ഈ കോയിൽ ജാമാവും. അതാണ് പ്രധാനമായിട്ട് വരുന്നൊരു കംപ്ലയിൻറ്റ് ഇതിന് വരുന്നത്. ഇനി മാഗ്നറ്റ് വെച്ച് നോക്കാം. നമുക്ക് മാഗ്നറ്റ് എടുക്കുന്നു, പിന്നെ ഇതിലോട്ട് ഇറക്കി വെക്കുന്നു. ഇതാ പിടിച്ചു. ഇങ്ങനെ വെച്ച് അങ്ങനെ ഇരിക്കുക, സെൻട്രൈസ് ചെയ്യുക. അപ്പോൾ അതിനെന്ത് വേണമെന്നാൽ പൈപ്പ് ഇറക്കി വെച്ചതിന് ശേഷം കറക്റ്റ് വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ബാസ്ക്കറ്റ് ഇറക്കി വെക്കുന്നു. ശ്രദ്ധിക്കണം എപ്പോഴും, കാരണം ഇതൊക്കെ ചിലപ്പോൾ തട്ടിയാൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഈ മാഗ്നറ്റ് താഴെ വീണാൽ പൗഡറായി പോകും. അത്രയും പവറുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, സെൻറ്റർ സർക്കിളർ അല്ല, ഇവിടെ ഒരു ജോയിൻ്റായി ഇവിടെ ഗ്യാപ്പുണ്ട്. ഇങ്ങനെയാണ് ഈ ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് ഒഴിവാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ്, ഇവിടെ ഒരു പൈപ്പ് കറക്റ്റ് ടൈറ്റിൽ ഈ ഗ്യാപ്പിൻ്റെ പൈപ്പ് ഇറക്കിയതിന് ശേഷം വേണം ഇതിവിടെ വെച്ചിട്ട് ഈ മാഗ്നറ്റിൽ പശ തേച്ചിട്ട് ഇത് നമ്മൾ ഒട്ടിക്കാൻ. വേറെ ഇതിപ്പോൾ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഷെയ്ക്കാകുമ്പം മാറിപ്പോകുമ്പോൾ അറാൾഡേറ്റ് പോലുള്ള ശക്തി കൂടിയ പശ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ഇനി ഈ ഗ്യാപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം നമുക്ക്. കോയിലൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിലേക്കാണ് ഈ കോയിൽ ഇറങ്ങുന്നത്. കോയിലിങ്ങനെ ഇറങ്ങി നിൽക്കുന്നു. അപ്പോൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഈ കോയിൽ അവിടെ നിന്ന് തെറിച്ച് പോകും. പവർ സപ്ലൈ എടുത്തു, കണ്ടില്ലേ, പുറത്തേക്ക് തെറിച്ച് കണ്ടില്ലേ. ഇതാ കോയിൽ നമ്മൾ ഇതിനകത്തേക്ക് വെക്കുന്നു, ഇതിലോട്ട് ഇറക്കി വെക്കുന്നു. എപ്പോഴാണോ ഇവിടെ സപ്ലൈ വരുന്നത് കൊടുത്താൽ അപ്പോൾ തെറിച്ച് പോകും. ഇവിടെ നോക്കിക്കോളൂ, തെറിച്ചോ. നേരെ മറിച്ച് തിരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ തെറിക്കുകയല്ല ചെയ്യുക, താഴോട്ടാണ് പ്രസ്സായി നിൽക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തെറിക്കണം. ഒന്നും കൂടെ ജസ്റ്റ് നോക്കിക്കൊള്ളുക. ഞാനിവിടെ കോയിൽ വെച്ചു, ജസ്റ്റ് ഇവിടെ തൊട്ടപ്പോൾ തെറിക്കും, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇത് ഇലക്ട്രോ മാഗ്നറ്റായി മാറുന്നു, അവിടെ പെർമനൻറ്റ് മാഗ്നറ്റ് അടിയിലിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അതങ്ങനെ വർക്ക് ചെയ്തത്. ഇനി ഈ തെറിക്കൽ
അനേക തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കുന്നതാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ കോയിൽ നമ്മളവിടെ കൊടുത്തിരിക്കുന്ന ഓഡിയോ മൈക്രോഫോണിലും ഇതാണ് സംഭവിക്കുന്നത്. ഡൈനാമിക് മൈക്രോഫോൺ ആണെങ്കിൽ അവിടെ ഇതുപോലെ തന്നെ ഒരു കോയിലും ഒരു മാഗ്നറ്റും കാണും. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് കോൺ പേപ്പർ എന്നല്ല പറയുന്നത്, ഡയഫ്രം എന്നാണ് പറയുന്നത്. കാരണം ചെറിയ നിങ്ങളെ വോയിസ് അന്തരീക്ഷത്തിൽ തട്ടി ആ ഒരു സൗണ്ട് കൊണ്ട് പോലും കമ്പനം ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വരും. അത് ആംപ്ലിഫയർ വെച്ച് നിങ്ങൾ ആംപ്ലിഫയറായിട്ട് കൊടുക്കുമ്പോൾ സ്പീക്കറിൽ ഫൈനൽ എൻഡിൽ വരുന്ന സമയത്താണ് മൈക്രോഫോണിൽ എങ്ങനെയൊക്കെയാണോ വൈബ്രേറ്റ് ചെയ്തത് ഡയഫ്രം, അതേ വൈബ്രേഷൻ ഇവിടെ കോൺ പേപ്പറും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ കോയിൽ ഇവിടെ അനങ്ങിയതുകൊണ്ട് നമുക്ക് സൗണ്ട് കിട്ടില്ല. സൗണ്ട് വരണമെങ്കിൽ അതിനാണ് ഒരു പേപ്പർ വേണം, ചലിക്കുന്ന ഡയഫ്രം. അപ്പോൾ ഈ പേപ്പർ ചലിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ശക്തി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രത്തോളം ശക്തി കൂട്ടാൻ പറ്റുമോ അത്രത്തോളം ഈ തെറിക്കലിൻ്റെ അല്ലെങ്കിൽ വൈബ്രേഷൻ്റെ ശക്തി കൂടും. അങ്ങനെ തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന പേപ്പറാണ്. ഇതിൻ്റെ ഭാഗമല്ല, ഇത് 2 പീസാണ്, ഞാൻ കട്ട് ചെയ്തില്ല എന്നേ ഉള്ളൂ. ഇതിവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതിന് സ്പൈഡർ എന്ന് പറയും. സ്പൈഡർ ഇത് ഒരു സ്പ്രിങ്ങിൻ്റെ ആക്ഷനും ഉണ്ട്, കൂടാതെ കുറച്ച് മൂവ്മെൻറ്റും കിട്ടും. അപ്പോൾ ഈ സ്പൈഡറിനെ എന്ത് ചെയ്യുന്നു, ഇവിടെ ആദ്യം നമ്മളിവിടെ ഒട്ടിക്കുന്നു, പശ വെച്ച് ചുറ്റുഭാഗത്ത് ഒട്ടിക്കുന്നു. ആ സ്പൈഡറിലോട്ടാണ് ഈ കോയിൽ ഇവിടെ ഒട്ടിക്കുന്നത്. അപ്പം ഇവിടെ വൈബ്രേഷൻ കിട്ടും, ഇത് പുറത്തേക്ക് തെറിച്ച് പോവില്ല, അതിനവിടെ പിടിച്ചു നിർത്തും. പിന്നെ ഈ പൈപ്പിൻ്റെ ബാക്കി ഭാഗത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺ പേപ്പർ. ഈ പേപ്പറിനെ ഇവിടെ ഇറക്കി വെക്കുന്നു, അതും ഈ ട്യൂബ് ഇത്ര പൊങ്ങി നിൽക്കും. ഇതും ഇവിടെ പശ ഉപയോഗിച്ച് ഒട്ടിക്കുന്നു. ഇതിൻ്റെ സൈഡ് മുഴുവൻ ഇവിടെ പശ തേച്ച് ഇവിടെ ഒട്ടിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോയിൽ ഈ നമ്മൾ ആദ്യം കാണിച്ച റോഡിലേക്ക് ഇങ്ങനെ എവിടെ സൈഡിലും തൊടുന്നില്ല, താഴെയും തൊടും, ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്, ഇതിനകത്തേക്ക് തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വോയിസിനനുസരിച്ച് ഈ കോയിൽ വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പേപ്പർ വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് സൗണ്ട് കിട്ടുന്നത്. ബേസിക്കലി എല്ലാ സ്പീക്കറിൻ്റെയും വർക്കിംഗ് ഇങ്ങനെയാണ്. ഇനി നിങ്ങളുടെ ഡൗട്ട്, വൂഫർ എന്താണ്, ട്വീറ്റർ എന്താണ്, മിഡ് റേഞ്ച് എന്താണ്, പറഞ്ഞുതരാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ പേപ്പറാണ്. ഈ പേപ്പർ ഹൈ ക്വാളിറ്റി നല്ല ടൈപ്പ് പേപ്പർ ആയിരിക്കണം, ഏത് സൗണ്ടിനെന്നുള്ളതനുസരിച്ച്. അപ്പോൾ ലോ ഫ്രീക്വൻസി ആണെങ്കിൽ അതിന് ചലനം കൂടുതലായിരിക്കും, പേപ്പറിൻ്റെ മൂവ്മെൻറ്റ്സ് കൂടുതലായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് കട്ടി കൂടിയ പേപ്പറുകളാണ് യൂസ് ചെയ്യുന്നത്. കട്ടി കൂടിയ മീൻസ് ഇപ്പോൾ നിങ്ങൾ തബല മൃദംഗമൊക്കെ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം മൃദംഗത്തിൽ അതിനകത്ത് തോലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ തോലിൽ മരത്തിൽ കൊത്തിയെടുത്ത ആ പാത്രത്തിൽ വെച്ച് അടിക്കുമ്പോഴാണ് നമ്മൾ ആ ലോ ഫ്രീക്വൻസി കറക്റ്റ് കിട്ടുന്നത്. അതിന് പകരം നിങ്ങളൊരു ബലൂണാണ് അവിടെ വലിച്ച് കെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു തകിടാണ് വെച്ച് അടിച്ച് നോക്കൂ, ആ സൗണ്ട് വരില്ല. അപ്പോൾ ഓരോ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാനും അതിനനുയോജ്യമായ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അങ്ങനെയാണ് ഈ കോൺ പേപ്പർ. ഇത് കുറച്ച് കട്ടി കൂടിയ ഒരു പേപ്പറാണിത്, കുറച്ചുകൂടെ കട്ടി കൂടിയ ടൈപ്പാണ്. ഇതിൻ്റെ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, ഇതൊരു റബ്ബറൈസ്ഡ് ആണ്. എന്ന് വെച്ചാൽ റബ്ബറിൻ്റെ ട്യൂബിൻ്റെ പകുതി മടക്കി വെച്ച പോലെയാണിത്. എന്തിനും അത് കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ ഒട്ടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയാണ് ലോ ഫ്രീക്വൻസിക്ക് ഈ റബ്ബറൈസ്ഡ് കൊടുക്കുന്നത്, സൈഡിൽ കൊടുക്കുന്നത്. അപ്പോഴേ നേരെ മറിച്ച് ഹൈ ഫ്രീക്വൻസിയാണ് ഇതിൻ്റെ ആവശ്യമില്ല. അത് മെറ്റലായാലും കുഴപ്പമില്ല, തകിട് അത് വൈബ്രേറ്റ്. ഇപ്പോൾ ബെല്ലിൻ്റെ ഒക്കെ സൗണ്ട്, ചൈം സൗണ്ടില്ലേ ബെല്ലടിക്കുമ്പോൾ, അതൊക്കെ ഹൈ വൈബ്രേഷൻ, ഹൈ ഫ്രീക്വൻസിയിൽ പെട്ടതുകൊണ്ട് അതിൻ്റെ കോൺ പേപ്പർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സൈഡിലൊന്നും റബ്ബറൈസ്ഡ് ആയിരിക്കില്ല, മെറ്റീരിയൽ മാറും. അതുപോലെ മിഡ് റേഞ്ച് ആണെങ്കിൽ അതിനനുയോജ്യമായ ഫ്രീക്വൻസിക്കുള്ള മെറ്റീരിയൽ. അപ്പോൾ ഇതിലാണ് ഇതിൻ്റെ ഏറ്റവും ക്വാളിറ്റി വേണ്ടത്. ഈ പേപ്പർ വലിയ ബ്രാൻഡഡ് കമ്പനികളൊക്കെ സ്വയം അവർക്കുള്ള നിർമ്മിക്കും. അതിലാണ് അവരൊരു സീക്രസി അല്ലെങ്കിൽ പ്രൈവസി എന്ന് പറയുന്നത്. അവരെന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതെന്നുള്ള പുറത്ത് പറയില്ല. ഇതൊക്കെ കോമൺ കമ്പനികൾ ഇറക്കുന്ന പേപ്പറാണിത്. ഇതിൻ്റെ സ്പൈഡറാണ് ഇതിലിരിക്കുന്നത്. ഒരു 10 ഇഞ്ച് വൂഫറിൻ്റെ ആണ്. ഇത് ചെറിയൊരു 6 ഇഞ്ചിൻ്റെ കാണിച്ചു തന്നു. ഇനി വലിയൊരു ബാസ്ക്കറ്റ് കൂടെ കാണിച്ചു തരാം, അപ്പോൾ കുറച്ചുകൂടെ ഐഡിയ കിട്ടും നമുക്ക്. ഇതാണ് വലിയ ഒരു ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്, വലിയ സ്പീക്കറിൻ്റെ വൂഫറിൻ്റെ. ഇതിലോട്ടാണ് ഇങ്ങനെ കോൺ പേപ്പർ നമ്മളിവിടെ വെക്കുന്നു. പിന്നെ ഇതിൻ്റെ മുകളിൽ പൊടി കടക്കാതിരിക്കാൻ ഒട്ടിക്കുന്നതാണ് ഫൈനലായിട്ട് ഡസ്റ്റ് ക്യാപ്പ് എന്ന് പറയും. പൊടിയൊന്നും ഈ ചാലിൽ വീഴാതിരിക്കാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇതിവിടെ വെച്ച് ഒട്ടിക്കും. കുറച്ച് വലുതാണ്, അങ്ങനെ ഒട്ടിക്കും. ഡസ്റ്റ് ക്യാപ്പ് വന്നു, കോൺ പേപ്പർ വന്നു, പിന്നെ ബാസ്ക്കറ്റ് വന്നു. ഇനി ഇതിൻ്റെ അടിയിലാണ് നമ്മൾ ഇതിനകത്ത് ഒരു മെറ്റൽ ആദ്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഒരു മെറ്റൽ ഇവിടെ കൊടുക്കുന്നു. ഈ സ്ക്രൂ ഇതിനകത്ത് ജസ്റ്റ് ഇതിലേക്ക് ഒട്ടി നിൽക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഇവരതൊക്കെ പശ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ താഴെ എന്ത് മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റ് വെച്ചു. പിന്നെ അതിലോട്ടാണ് ഞാൻ പറഞ്ഞ കമ്പി പിസ്റ്റൺ വന്ന് അത് നമ്മൾ നേരെ ഇതിനോട്ട് ഇവിടെ പശയാണ് തേക്കുന്നത്, വേറെ അലൈൻമെൻ്റ് ഒന്നുമില്ല അതിന്. അപ്പോൾ അതുകൊണ്ട് കൈ ഗ്യാപ്പിൽ പെട്ടാൽ അവിടെ ചിലപ്പം ചതഞ്ഞു പോകും. അതാണ് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പ്രശ്നം വരും.
ഇത് കൃത്യം സെൻറ്ററാക്കി എടുക്കണം. അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്ന് എപ്പോഴെങ്കിലും സ്പീക്കർ വീഴുമ്പോൾ എന്ത് ചെയ്യുന്നു, കോയിൽ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കും, ഇത് ചെന്ന് ഇവിടെ ഇടിച്ച് ഇങ്ങനെ ജാമാവും. അങ്ങനെയാണ് കംപ്ലൈൻറ്റ്. പിന്നെ ഇതിൽ പൊടി നിറയാം, അങ്ങനെയും വരാം. ഇത്രയാണ് ഒരു സ്പീക്കറിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ഇതിന് വോയിസ് കോയിൽ നമ്മൾ ചുറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പേപ്പർ ചുറ്റിയെടുക്കുന്നു. അതിനെന്താ ആദ്യം എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഇതിനെടുക്കണമെങ്കിൽ ഒരു ടൂളൊക്കെ വേണ്ടി വരും, അല്ലാണ്ട് കൈ കൊണ്ട് വലിച്ചാൽ കിട്ടില്ല, അത്ര സ്ട്രോങ് ആണ്. എനിവേ ആദ്യം ഒരു പേപ്പർ അതിനകത്ത് ചുറ്റിയതിന് ശേഷം ചെറിയ ഇത് വെച്ചിട്ട് കാണിച്ചു തരാം. ആദ്യം ഇതിനകത്ത് നേരിട്ട് ഈ ഫോയിൽ ഇങ്ങനെ ചുറ്റി, വേറെ എന്തെങ്കിലും ഒരു പേപ്പർ, കുറച്ച് കട്ടി കുറഞ്ഞ പേപ്പർ ആദ്യം ഇതിനകത്ത് ചുറ്റി ഇവിടെ ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുക, അത് കട്ട് ചെയ്യുക. അതിൻ്റെ മുകളിൽ വീണ്ടും ഇങ്ങനെ ഒന്ന് ചുറ്റി അതിന് ശേഷം വേണം ഇത് കട്ട്. ഇതിലാണ് നമ്മൾ വോയിസ് കോയിൽ ചുറ്റിയെടുക്കേണ്ടത്. ഡ്രില്ലിംഗ് മെഷീൻ വെച്ചോ കൈ കൊണ്ടോ ഇത് അഴിച്ചെടുത്തതിന് ശേഷം മെഷർമെൻറ്റ് അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ സ്കെയിൽ വെച്ച് നിങ്ങൾ ആദ്യം അഴിച്ചതിൻ്റെ എത്ര ഡയമീറ്റർ എത്ര എം എം ആണെന്ന് അളന്ന് നോക്കിയാൽ മതി, അങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്താണ് കോൺ പേപ്പർ എങ്ങനെയാണ് വരുന്നത്, സ്പൈഡർ എന്താണ് ചെയ്യുന്നത്, ബാസ്ക്കറ്റ് എന്താണ്. ഇനിയാണ് PMPO എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ കോയിലിൻ്റെ പവർ കൂട്ടാൻ കഴിയാത്തതുകൊണ്ട് മാഗ്നറ്റിലാണ് നമ്മൾ പവർ കൂട്ടി കൊടുക്കുന്നത്. ഇനി ഈ കമ്പീൻ്റെ കപ്പാസിറ്റി പറഞ്ഞുതരാം. അവിടെയാണ് PMPO RMSും കിടക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞു, ഇതിൽ കൊടുക്കാൻ കഴിയുന്ന ആംബിയർ കപ്പാസിറ്റി പരമാവധി 400 മില്ലി ആംബിയർ ഉള്ളൂ. 1 ആംബിയർ പോലും കൊടുക്കാൻ പറ്റില്ല. അതങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങളിതിൻ്റെ 2 കഷ്ണം എടുത്തതിന് ശേഷം ഒരു വാട്ട്സ് കൂടിയ ബൾബിലേക്ക് ഇതിന് കണക്ഷൻ കൊടുക്കുക, അറ്റം ക്ലീൻ ചെയ്തതിന് ശേഷം കൊടുക്കുക. അങ്ങനെ ആംബിയർ കൂട്ടി കൊടുക്കാൻ കഴിയുന്നതായിരിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം 500 മില്ലി ആംസ് കൊടുക്കുന്നു, ഒരു കംപ്ലയിൻറ്റും വരില്ല. എത്ര മണിക്കൂർ വർക്ക് ചെയ്താലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ 1 ആംബിയർ ആക്കി കൊടുക്കുന്നു, 1.5 ആംബിയർ ആക്കി കൊടുക്കുന്നു. അങ്ങനെ കൂട്ടുന്ന സമയത്ത് ഒരു പ്രത്യേക പരിധി എത്തുമ്പം ഇത് ചൂടാവും. ഹീറ്റ് ആയതിനു ശേഷം ഈ ഇൻസുലേഷനൊക്കെ കത്തിപ്പോകാൻ തുടങ്ങും. അത് ഈ ആംബിയർ വരുമ്പോൾ പിന്നെ അത് ഉരുകി പോകുന്നു. ഉരുകി ബോൾ പോലെയായി കട്ടാവുന്നു, കോയിൽ കട്ടാവുന്നു. അങ്ങനെയാണ് സ്പീക്കർ കേട് വരുന്നത്. അപ്പം ഇതിന് കൊടുക്കാൻ കഴിയുന്ന പരിധി ഞാൻ പറഞ്ഞു 400 മില്ലി ആംസ് ആണെങ്കിലും ചില പ്രത്യേക ഘട്ടത്തിലൊക്കെ നമുക്ക് 1 ആംബിയറോ 1.5 ആംബിയറോ ഒക്കെ കൊടുക്കാം. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഇതിന് സ്വയം കരിഞ്ഞു പോകണമെങ്കിലും ഒരു സമയം വേണം, പെട്ടെന്ന് പോവില്ല. ആ ടൈമിനുള്ളിൽ നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് കഴിയുന്നില്ല. അങ്ങനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും കൊടുക്കാം. അതുകൊണ്ടാണ് ഇതിലെങ്ങനെയാണ് ഈ കോയിൽ നിങ്ങൾ ചെറിയൊരു സൗണ്ട് വരുമ്പോൾ കുറച്ച് കറണ്ട് വരുന്നു, ഒന്ന് ചലിക്കുന്നു, പിന്നെ കൂടിയ കറണ്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സെക്കൻഡില്ല, ഒരു സെക്കൻഡിലാണല്ലോ 20,000 എന്ന് പറയുമ്പോൾ അത്രയും മൈക്രോ സെക്കൻഡ്സ് അല്ലെ മില്ലി സെക്കൻഡ്സിൽ വരുന്നുള്ളൂ കൂടിയ കറണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹൈ കറണ്ട് കൊടുക്കുന്നതുകൊണ്ട് സ്വാഭാവികമായി ഇതിനകത്ത് പെട്ടെന്നൊന്നും കേട് വരുന്നില്ല. അങ്ങനെ കൊടുക്കാനുള്ളൊരു അത് പോസിബിൾ അല്ല, പക്ഷേ ഈ കാര്യത്തിൽ പോസിബിളാണ്. മോട്ടറിൻ്റെ കാര്യത്തിൽ പറ്റില്ല. കാര്യം അതിന് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ ആ ഓഫ് ചെയ്യുന്നവരെ ഇപ്പോൾ 2 ആംബിയറാണ്, 2 ആംബിയർ തുടർച്ചയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. ലൗഡ് സ്പീക്കറിൻ്റെ കാര്യത്തിൽ അങ്ങനൊരു അവസ്ഥയില്ല. ഇതിന് ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി മാറി വരുന്നത് കൊണ്ട് കൂടിയ ആംബിയർ വന്നാലും പെട്ടെന്ന് കത്തിപ്പോവില്ല എന്നുള്ളതാണ്. അതാണ് കമ്പനി സ്പെസിഫൈ ചെയ്യുന്നത്. RMS എന്ന് പറഞ്ഞാൽ ഇതിലെ കണ്ടിന്യൂസ് എത്ര സമയം ഒഴുകിയാലും ഇതിന് ഒരിക്കലും കംപ്ലയിൻറ്റ് വരാത്ത അവസ്ഥയാണ് പറയുന്നത്. അതിലൊരിക്കലും കംപ്ലയിൻറ്റ് വരില്ല. പിന്നെ PMPO പീക്ക് മ്യൂസിക് പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പീക്ക് നിങ്ങൾക്ക് ഒരു 1 ആംബിയറോ അല്ലെങ്കിൽ 2 ആംബിയറോ നിങ്ങൾ ആംപ്ലിഫയറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചൊക്കെ ഇതിൽ വന്നു പോകുന്നുണ്ട് ആക്ച്വലി. എന്നാലും ഇത് കരിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതത്ര സേഫ്റ്റി അല്ല. മറിച്ച് RMSൽ തന്നെ നിങ്ങൾ പീക്ക് എത്രയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്രയും RMS വരുന്ന രീതിയിലുള്ള സ്പീക്കറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ പിന്നെ അതിന് കംപ്ലയിൻറ്റ് വളരെ കുറവായിരിക്കും. പിന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള വഴികളാണ് പാരലൽ കണക്ഷൻ, സീരീസ് കണക്ഷനൊക്കെ പറയുന്നത്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾ ആംപ്ലിഫയറിൻ്റെ വാട്ട്സ് കണക്കാക്കുക. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ആംബിയർ കണക്കാക്കുന്നതാണ്. ഇനി ആംപ്ലിഫയറിൻ്റെ വാട്ട്സ് കണക്കാക്കുന്ന ഫോർമുല, അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീക്കർ എത്ര ഓംസാന്നുള്ളത് തിരഞ്ഞെടുക്കണം. സ്പീക്കറിൻ്റെ ഓംസും ആംപ്ലിഫയറും കൂടി വെച്ചാലേ നിങ്ങൾക്ക് ആ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് വിശദമായിട്ട് പറഞ്ഞുതരാം. ലൗഡ് സ്പീക്കർ മാനുഫാക്ചറിനെ കുറിച്ച്, അല്ലെങ്കിൽ വൂഫർ, ട്വീറ്റർ, മിഡ് റേഞ്ച്, ഇതൊക്കെ അതിൻ്റെ കോൺ പേപ്പറിലുള്ള വ്യത്യാസങ്ങളും അതിൻ്റെ മാഗ്നറ്റിക് സിസ്റ്റങ്ങളും നമുക്ക് പരിപൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.